ജില്ല പേര് ഹരിഹര ലക്ഷ്മണൻ. നമ്മളുടെ പുസ്തകം വായനയും അതിനെ കഴിയുന്ന രീതിയിൽ അതിനെ മലയാളത്തിലെ അർത്ഥം മനസ്സിലാക്കി പറയാനും ശ്രമിക്കുന്ന ഒരു ഒരു പ്രവൃത്തിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അഞ്ചാമത്തെ ചാപ്റ്റർ, ബോബ് ആൻഡ് ഓൾഡ് ടൈമേഴ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ് ഞാൻ വായിക്കുന്നത്. ദ ആൽക്കഹോളിക് ഇൻ ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ മധ്യാസ്ഥൻ. ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ആൽക്കഹോളിക്സ് അനോണിമസിന് മുമ്പ്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലായിരുന്നു ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ചില ആളുകൾ കണ്ടെത്തിയിരുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അതിൽ നിന്നും ഒരു ഫ്ലോ ചെയ്ത് വന്നതാണ് എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വായിച്ചു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. In 1934-35, Dr. Bob's wife and children were existing on bare necessities and living in a shameless in a shameless അത് മുഴുവൻ കാണുന്നില്ല, of broken promises given in all sincerity. ഇവരുടെ ജീവിതത്തെ കുറിച്ച് പറയണം. 1934-35 ഡോക്ടർ ബോബിന്റെ ഭാര്യയും കുട്ടികളും അത്യാവശ്യം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥയിൽ ജീവിക്കുകയായിരുന്നു. എന്തോ ഒരു ബ്രോക്കൺ പ്രോമിസസിന്റെ ആ ഒരു അവസ്ഥയിൽ, അതായത് പ്രതിജ്ഞകൾ എടുക്കുക പിന്നെ അത് ഇല്ലാതാക്കുക എന്നുള്ള. ഡോക്ടർ ബോബിനെ കുറിച്ച് തന്നെ ആയിരിക്കും പറയുന്നത്. ഗിവൺ ഇൻ ഓൾ സിൻസിയറിറ്റി, അതായത് ഈ പ്രതിജ്ഞ ഒരു സത്യസന്ധമായിട്ട് ചെയ്യാതെ അല്ല, പക്ഷെ അങ്ങനെ സത്യസന്ധതയോടുകൂടി ചെയ്താലും ആ പ്രോമിസ് അല്ലെങ്കിൽ ആ വാഗ്ദാനം നിലനിർത്താൻ സാധിക്കാത്തൊരവസ്ഥ, അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് അവർ ജീവിച്ചത്. ആനി ഡിഡ് വാട്ട് ഷീ കുഡ് to hold the family together and prayed that her husband would somehow find an answer to his problem. ആനി, ഡോക്ടർ ബോബിന്റെ ഭാര്യ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും. അവര് ഈ കുടുംബത്തെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തു. ദൈവത്തോട് പ്രാർത്ഥിച്ചു അവരുടെ ഭർത്താവിന് ഇതിന് എന്തെങ്കിലും ഒരു രക്ഷപ്പെടാനുള്ള ഒരു ഉത്തരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. How my wife kept her faith and courage during all those years, I will never know, Bob said. ബോബ് തന്നെ പറയുകയാണ്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വിശ്വാസവും ഒരു ധൈര്യവും ഈ സമയങ്ങളിലൊക്കെ അതൊക്കെ അവർക്ക് ഉണ്ടായി എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറയുന്നത്. If she had not, I know I would have been dead a long time ago. അവരത് ചെയ്തിരുന്നില്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഞാൻ എന്നോ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. ഡോക്ടർ ബോബ് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാണ്, ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതുകൊണ്ടാണ് ഞാനിന്ന് ജീവനോടുള്ളത്. For some reason, we alcoholics seem to have the gift of picking out the world's finest women. ഇപ്പോഴും നമ്മളുടെ പഴമക്കാർ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തൊരു കാരണത്തിന് വേണ്ടി നമ്മൾ മദ്യാസക്തര് എപ്പോഴും ഒരു വരം നമുക്ക് ദൈവം തന്നതുപോലെ നമുക്ക് കിട്ടുന്ന ഭാര്യമാര് നല്ല ഭാര്യമാരായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. Why they should be subjected to the tortures
we inflict upon them. I cannot explain. ഇത് ബോബ് തന്നെയാണ് പറയുന്നത്. നമ്മൾ അവരിൽ ഉണ്ടാക്കുന്ന ഒരു ടോർച്ചർ അല്ലെങ്കിൽ ഒരു അവരിൽ ഉണ്ടാക്കുന്ന സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, അത് എന്തിനവർ സഹിക്കുന്നു എന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് വിവരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഡോക്ടർ ബോബ് പറയുന്നത്. In early 1933, about the time of the beer experiment, Dr. Bob and Annie had come into contact with the Oxford group. ബിയർ മാത്രം കുടിച്ചിട്ടുള്ള അങ്ങനെ എന്തോ ഒരു എക്സ്പെരിമെന്റ് 1933 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവര് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടു. ഇറ്റ് വാസ് എ സ്പിരിച്വൽ മൂവ്മെന്റ്. അതൊരു ആത്മീയമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. that sought to recapture the power of first century Christianity in the modern world. അവരുടെ ഉദ്ദേശം അതായിരുന്നു, ഈ ഫസ്റ്റ് സെഞ്ചുറിയിൽ ഉണ്ടായ ക്രിസ്ത്യാനിറ്റിയുടെ പവറിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി. Its founder Frank Bushman had brought followers into this first centenary Christian fellowship 2 decades earlier. അദ്ദേഹം ബുഷ്മാൻ ഇതിനെ പിന്തുടരുന്നവരിനെ കൊണ്ടുവന്നിരുന്നു 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. His Oxford group movement started in 1921. 1921 ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്നുള്ള ഈ സംഭവം ആരംഭിച്ചത്. Was based upon the same principles. In 1939, he changed the name to Moral Rearmament. 1931 ഇതിന്റെ പേര് ധാർമ്മിക റിയാർമമെന്റ്, ധാർമ്മിക തിരിച്ചുവരവെന്നോ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഒരു തിരിഞ്ഞുനോട്ടം എന്ന് വേണമെങ്കിൽ ആവാം. Members of the Oxford group sought to achieve spiritual regeneration by making a surrender to God through rigorous self-examination, confessing their character defects to another human being, making restitution for harm done to others, and giving without thought of reward, or as they put it, no pay for soul surgery. No pay for soul surgery. They did, however, accept contributions. ഇതായിരുന്നു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു അതെങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയാം. അതിലെ അംഗങ്ങള് അവര് ഏത് രീതിയിലാണ് ഒരു ആത്മീയ റീജനറേഷൻ, അതായത് ആത്മീയ ഉയർത്തെഴുന്നേൽപ്പ് ഏത് രീതിയിലാണ് അവര് കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിനോട് കീഴടങ്ങുക. ഏത് രീതിയിൽ ദൈവത്തിനോട് കീഴടങ്ങുകൾ എങ്ങനെ അവർ ചെയ്തുവെങ്കിൽ ആത്മപരിശോധന, വളരെ കഠിനമായ ആത്മപരിശോധന നടത്തിക്കൊണ്ട് അവരുടെ സ്വഭാവദൂഷ്യങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിയോട് സ്വഭാവദൂഷ്യങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്ത ഹാനി ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യങ്ങൾ അവരോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു റിവാർഡും പ്രതീക്ഷിക്കാതെ, ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലും അവര് കോൺട്രിബ്യൂഷൻസ് അക്സെപ്റ്റ് ചെയ്തു. Emphasis was placed on prayer and on seeking guidance from God in all matters. ഊന്നി പറഞ്ഞിരുന്നത് പ്രാർത്ഥനയിലാണ്. പിന്നെ ദൈവത്തിന്റെ ഒരു നിർദ്ദേശം എല്ലാ കാര്യങ്ങളിലും അവര്
അവര് ആവശ്യപ്പെട്ടിരുന്നു. The movement also relied on study of scriptures. ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ സംഭവം ഗ്രന്ഥങ്ങള്, പഴയ ഗ്രന്ഥങ്ങള് പഠിച്ച് അതിൽ വിശ്വസിച്ചിരുന്നു. ആൻഡ് ഡെവലപ്ഡ് സം ഓഫ് ഇറ്റ്സ് ഓൺ ലിറ്ററേച്ചർ ആസ് വെൽ. കൂടാതെ അവരുടേതായിട്ടുള്ള ചില സാഹിത്യങ്ങളും അവര് എഴുതിയിട്ടുണ്ടായിരുന്നു. At the core of the program were the 4 absolutes. ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും ഒരു മൂല്യമായിട്ടുള്ള ഒരു സംഭവം 4 അബ്സല്യൂട്ട്സ് ആയി. 4 അബ്സല്യൂട്ട്, 4 എന്താ പറയാ, അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം ഒന്നുമില്ല എന്നാണ്. അബ്സല്യൂട്ട് ഓണസ്റ്റി, അബ്സല്യൂട്ട് അൺസെൽഫിഷ്നെസ്, absolute purity and absolute love. കളങ്കമില്ലാത്ത ഓണസ്റ്റി, അബ്സല്യൂട്ട് ഓണസ്റ്റി, കളങ്കമില്ലാത്ത സത്യസന്ധത, കളങ്കമില്ലാത്ത അൺസെൽഫിഷ്നെസ്, നിസ്വാർത്ഥത, അബ്സല്യൂട്ട് പ്യൂരിറ്റി, കളങ്കമില്ലാത്ത ശുദ്ധത, ആൻഡ് അബ്സല്യൂട്ട് ലവ്, കളങ്കമില്ലാത്ത സ്നേഹം. ഇതായിരുന്നു ഈ 4 അബ്സല്യൂട്ട്സിലായിരുന്നു അതായിരുന്നു അതിന്റെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും അന്തസത്ത. In 1948, Dr. Bob recalled the absolute as the only yardsticks Alcoholics Anonymous had in early days before the 12 steps. 1935 തുടങ്ങിയതെങ്കിൽ 1948 ബോബ് ഓർക്കാണ് ഈ അബ്സല്യൂട്ട്സ്, അതായത് ഈ കളങ്കമില്ലാത്ത, ഈ ഒരു കലപ്പടമില്ലാത്ത ഈ 4 കോർ സന്ദേശങ്ങളായിരുന്നു, അത് മാത്രമായിരുന്നു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആദ്യകാലങ്ങളിൽ അത്യാവശ്യമായി വെച്ചുകൊണ്ടിരുന്നത്. 12 പടി വരുന്നതിന് മുമ്പ്. He said he still felt they held good and could be extremely helpful when he wanted to do the right thing and the answer was not obvious. അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം പറയണം. He said he still felt they held good. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന് ഇപ്പോഴും തോന്നുന്നത് എന്താണെന്ന് വെച്ചാല്, നല്ല രീതിയിലായിരുന്നു അവര് അത് വെച്ചുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ചാല്, and could be extremely helpful when he wanted to do the right. ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ സഹായിച്ചു എന്നുള്ളതാണ്. And the answer was not obvious. ഒരുപക്ഷെ ആൻസർ അത്ര ക്ലിയർ അല്ലെങ്കിൽ പോലും സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. Almost always, if I measure my decision carefully by the yardsticks of me, absolute honesty, absolute unselfishness, absolute purity, and absolute love, it checks up pretty well with those 4, then my answer can't be very far out of the way. ഉത്തരം വളരെ വിദൂരതയിലായിരിക്കില്ല. ഈ 4 കളങ്കമില്ലാത്ത ഈ 4 തത്വങ്ങളെയും പാലിക്കാൻ ശ്രമിക്കുമ്പോൾ. അപ്പൊ പലപ്പോഴും അതങ്ങനെ ആയിരുന്നു. എൻ്റെ തീരുമാനങ്ങളെ ഞാനൊന്ന് അളന്നു നോക്കുമ്പോൾ ഈ 4 കളങ്കമില്ലാത്ത തത്വങ്ങളും ഉത്തരത്തിൽ നിന്നും ആ ഒരു മറുപടി അല്ലെങ്കിൽ ആ ഒരു ആൻസറിൽ നിന്നും ദൂരെ ആയിരുന്നില്ല. He said the absolutes were still published and widely quoted at AA meetings in the Akron, Cleveland area. ആ സമയത്ത് പോലും AA മീറ്റിങ്ങുകളിൽ ഈ 4 അബ്സല്യൂട്ട് കൂടെ അവർ എടുത്ത് ഉപയോഗിക്കുമായിരുന്നു. In addition to the 4 absolute, the Oxford groupers had the 5 C's and 5 procedures. ഇത് കൂടാതെ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഉള്ളവര്
5 സിയും 5 പ്രൊസീജിയർ, 5 ഒരു ക്രമങ്ങളും ഉണ്ടായിരുന്നു. The C's were confidence, confession, conviction, conversion and continuance. 5 സി എന്ന് പറയുന്നത് ഈ തുടക്കത്തിലുള്ള ആ ലെറ്ററാണ്. കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന വിശ്വാസം, ആത്മവിശ്വാസം, അല്ലെങ്കിൽ അത് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. കൺഫെഷൻ, തെറ്റ് ഏറ്റു പറയുക. കൺവിക്ഷൻ, മനസ്സിനൊരു ഉറപ്പ് കിട്ടുക. കൺവേർഷൻ, മാറാൻ തയ്യാറാവുക. ആൻഡ് കണ്ടിന്യൂസ്, തുടർച്ചയായിട്ടുള്ള കാര്യം. അതാണ്. while the procedures were give in to God, അതായത് ദൈവത്തിനോട് വിട്ടുകൊടുക്കുക. ലിസൺ ടു ഗോഡ്സ് ഡിറക്ഷൻ, ദൈവത്തിന്റെ ഡയറക്ഷൻ, ദൈവത്തിന്റെ നിർദ്ദേശത്തെ ശ്രദ്ധിക്കുക. ചെക്ക് ഗൈഡൻസ്, ആ നിർദ്ദേശത്തെ ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. റെസ്റ്റിറ്റ്യൂഷൻ, തെറ്റ് തിരുത്താനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഷെയറിങ്, ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഫോർ വിറ്റ്നസ് ആൻഡ് ഫോർ കൺഫെഷൻ. ഫോർ വിറ്റ്നസ് ആൻഡ് കൺഫെഷൻ, ഇത് സാക്ഷിയാവാൻ വേണ്ടിയിട്ടും മാപ്പ് പറയാനായിട്ടും ഉള്ളൊരു കാര്യമായിരുന്നു. There were slogans as well. Study men, not books. ഇതൊക്കെ അവരുടെ സ്ലോഗൻസ് ആയിരുന്നു. ആളുകളെ അറിയുക, പുസ്തകം വായിക്കൽ. ആളുകളെ പഠിക്കുക, പുസ്തകത്തെ അല്ല. Win your argument, lose your man. Win your argument, lose your man. തർക്കത്തിൽ ജയിക്കുമ്പോൾ ആ ആളെ നഷ്ടപ്പെടുന്നു. Give news, not views. വർത്തമാനങ്ങൾ കൊടുക്കുക, വ്യൂസ് അല്ല കൊടുക്കേണ്ടത്. In addition, a member recalled how groupers would go around smiling enthusiastically and asking each other, "Are you maximum?" ഇതുകൂടാതെ ഒരു മെമ്പർ ഓർക്കണം, ഈ ഗ്രൂപ്പേഴ്സ്, ഈ ഗ്രൂപ്പിലുള്ളവര് പല സ്ഥലങ്ങളിലും പോയിട്ട് അവര് പുഞ്ചിരിയോടുകൂടി തന്നെ, വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ എല്ലാവരും പരസ്പരം ചോദിക്കും, നിങ്ങൾ മാക്സിമം ആണോ? Undisputed leader, all well as founder of Oxford Group Movement, Frank Bushman was a Lutheran minister from Pennsylvania who did not drink or smoke. ഇദ്ദേഹമായിരുന്നു, ഈ ഫ്രാങ്ക് ബുഷ്മൻ ആയിരുന്നു ഒരു അൺഡിസ്പ്യൂട്ടഡ് ലീഡർ. അദ്ദേഹമായിരുന്നു അവരുടെ ഒരു ലീഡർ. അതിലൊരു തർക്കമില്ലാത്തൊരു ലീഡറായിരുന്നു. അദ്ദേഹമായിരുന്നു ഇതിന്റെ ഫൗണ്ടറും കൂടെ. അദ്ദേഹം കുടിക്കുകയോ പുകവലിക്കുകയോ ചെയ്തിരുന്നില്ല. ബുഷ്മാൻ ലുക്ക് askance at AA in later years and was never quite comfortable with its members. പിന്നീട് അദ്ദേഹം എന്റെ കാര്യത്തിൽ വന്നപ്പോൾ അദ്ദേഹം അത്ര ഒരു കംഫർട്ടബിൾ ആയിരുന്നില്ല മെമ്പേഴ്സുമായിട്ട്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പേഴ്സ് sought to change community leaders with the idea that their example would motivate others. ഈ ഗ്രൂപ്പിലുള്ളവർ, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുള്ളവർ ഈ കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ മാറ്റുവാൻ വേണ്ടിയിട്ട്, അത് അവരുടെ ഐഡിയ വെച്ചുകൊണ്ട് അത് മറ്റുള്ളവരെ ഒരു പ്രചോദനം ഉണ്ടാക്കും എന്നുള്ള രീതി, അതായിരുന്നു അവരുടെ പ്രവർത്തന രീതി. Thus, there was a great deal of publicity and fanfare when new converts achieved spiritual rebirth. അതുകൊണ്ട് അവർക്ക് വല്ലാതെ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി ഉണ്ടായിരുന്നു, എല്ലാവരും അറിയുകയുണ്ടായിരുന്നു. പുതിയതായിട്ട് മാറുന്ന ആളുകൾ, അവർക്കുണ്ടായ ആത്മീയ എന്താ പറയാ, റീബർത്ത്, അവർ വീണ്ടും ജനിക്കുന്ന ഒരവസ്ഥ. Dr. Bushman himself was often
interviewed and widely quoted. അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ ഇന്റർവ്യൂ ചെയ്തിരുന്നു, അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കോട്ട് ചെയ്തിരുന്നു. റബ്ബർ കമ്പനി പ്രസിഡന്റ്, grateful because of the Oxford group, had sobered up his son, brought some 60 Oxford House party as their gatherings were called. ഒരാൾക്ക് അദ്ദേഹത്തിന്റെ മകനെ ഇതിലൂടെ സുബോധാവസ്ഥയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിരുന്നു. അദ്ദേഹം ഒരു 60 ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ലീഡേഴ്സിനെയും ടീം മെമ്പേഴ്സിനെയും അക്രോണിലേക്ക് ഒരു 10 ദിവസത്തെ ഹൗസ് പാർട്ടിക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. ആസ് ദർ ഗ്യാതറിംഗ്സ് വർ കോൾഡ്, അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. ഹൗസ് പാർട്ടി എന്നായിരുന്നു. ദേ ഹെൽഡ് മീറ്റിംഗ്സ് ത്രൂ ഔട്ട് ദ ഡേ. അവര് പകൽ സമയത്ത് മുഴുവൻ മീറ്റിംഗ് നടത്തിയിരുന്നു. And it all culminated in a dinner for 400 prominent citizens of the community. അതിന് രാത്രി ഭക്ഷണം 400 വളരെ പ്രശസ്തമായിട്ടുള്ള അവിടുത്തെ ആളുകൾക്ക് രാത്രി ഭക്ഷണം അതിൽ കലാശിച്ചു. This had a substantial impact in local church circles and attracted many new members. ഇത് ഒരു നല്ല രീതിയിൽ ഒരു ആകർഷകമായിട്ട് അവിടെയുള്ള ഏരിയയിൽ ഇതൊരു ആകർഷകമായി തീർന്നു. അതുകൊണ്ട് പുതിയ മെമ്പേഴ്സും വരാൻ തുടങ്ങി. who subsequently set up weekly meetings in various neighborhoods. അതിന്റെ ഫലമായിട്ട് അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ വീക്ക്ലി മീറ്റിംഗ്സ് നടത്തുവാൻ തുടങ്ങി. much as A members do today. ഏകദേശം ഇന്ന് എക്കാർ ചെയ്യുന്നത് പോലെ അവർ അന്ന് ചെയ്തു. ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ലേറ്റർ waned in Akron. Oxford group influence later waned in Akron for various reasons. അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസും എല്ലാം കുറയാൻ തുടങ്ങി പല കാരണങ്ങളുണ്ട്, including the fact that the rubber company got drunk again. അതിലും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ആ റബ്ബർ കമ്പനിയുടെ ഉള്ള ആള് വീണ്ടും മദ്യപിച്ചു എന്നുള്ള കാര്യം. But by this time, the team had moved on to St. Louis to sober up a beer baron's son. പക്ഷെ ആ സമയത്ത് അതിനുള്ളിൽ ഒരു സെന്റ് ലൂയിസിലേക്ക് ഒരു ബിയർ ബാരന്റെ മകനെ സോബറാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. A situation that undoubtedly posed ticklish publicity problems for the groupers. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ ഈ ഗ്രൂപ്പേഴ്സിനുണ്ടായി. It was Anne who persuaded Dr. Bob to go to Oxford group meetings in the first place. അപ്പോൾ ആനി ആയിരുന്നു ഡോക്ടർ ബോബിനെ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് പോകാനായിട്ട് നിർബന്ധിച്ചത്. But he later found himself attracted to members of the group. എന്നിരുന്നാലും അദ്ദേഹത്തിന് പിന്നീട് ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സുമായിട്ട് വളരെ ആകർഷണം തോന്നി. Because of their seeming poise, health and happiness. അവരുടെ നല്ല പെരുമാറ്റവും നല്ല ആരോഗ്യവും അവരുടെ സന്തോഷവും കണ്ട് അദ്ദേഹത്തിന് അട്രാക്റ്റഡായി. അവർ അദ്ദേഹത്തിൽ അട്രാക്റ്റഡായി. അല്ല, അദ്ദേഹം അവരിൽ അട്രാക്റ്റഡായി. സോറി. These people spoke with great freedom from embarrassment, which I could never do, he said. ഇവർക്ക് ഒരു മനപ്രയാസം അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു എംബറാസ്മെന്റിൽ നിന്നും വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കാൻ സാധിച്ചു. അത് എനിക്ക് സാധിച്ചില്ല എന്നാണ് ഡോക്ടർ ബോബ് പറയുന്നത്. They seemed very much at ease. അവർ വളരെ വളരെ ഈസി ആയിട്ടാണ് അവരെ കാണപ്പെട്ടത്. Dr. Bob was impressed because they seemed to be happy. ഇതിലെല്ലാത്തിലും ഉപരി ഡോക്ടർ ബോബിന് അതിൽ വളരെ ഒരു സംതൃപ്തി തോന്നി, അല്ലെങ്കിൽ അതിൽ വളരെ ഇഷ്ടപ്പാട് തോന്നി
എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരെയൊക്കെ സന്തോഷവാന്മാരായിട്ട് കാണാൻ സാധിച്ചു. I was self-conscious and ill at ease most of the time. I was self-conscious and ill at ease most of the time. അദ്ദേഹത്തിനുള്ള പ്രശ്നം അദ്ദേഹം തന്നെ പറയുകയാണ്. അദ്ദേഹം സെൽഫ് കോൺഷ്യസ് ആയിരുന്നു, പക്ഷെ ഒരു ഇൽ അറ്റ് ഈസ്, ഈ പറയുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ഇത് കിട്ടാത്ത ഒരാളായിരുന്നു എല്ലാ സമയത്തും. മൈ ഹെൽത്ത് വാസ് അറ്റ് ദ ബ്രേക്കിംഗ് പോയിന്റ്. എൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. ആൻഡ് ഐ വാസ് thoroughly miserable. ഞാൻ വളരെ ഒരു കഷ്ടപ്പാടിന്റെ ഒരു അവസ്ഥയിലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡോക്ടർ ബോബ് റിയലൈസ്ഡ് ദാറ്റ് ദീസ് ന്യൂ ഫൗണ്ട് ഫ്രണ്ട്സ് ഹാഡ് സംതിങ് ഐ ഡിഡ് നോട്ട് ഹാവ്. ഡോക്ടർ ബോബിന് ഒരു കാര്യം മനസ്സിലായി. ഈ പുതിയതായിട്ട് കാണപ്പെട്ട ഈ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിന് ഇല്ലാത്ത എന്തോ ഒരു കാര്യം ഉള്ളതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. He thought he might profit from an association. അദ്ദേഹത്തിന് തോന്നി ഇവരുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ എനിക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന് തോന്നി. If he did not, മറിച്ച് അത് ചെയ്തില്ലെങ്കിൽ, if he did not, it wouldn't do him any harm. അത് ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങേർക്കൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നി. എന്തായാലും പ്രോബബ്ലി ബിക്കോസ് ഓഫ് ഹിസ് earlier church experiences, his enthusiasm cooled somewhat when he found that their program had a spiritual aspect. Probably because of his earlier church experiences. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള ഭൂതകാലത്തിലുണ്ടായ ചർച്ചിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രലോഭനത്തെ ഒന്ന് തണുപ്പിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരുടെ പ്രോഗ്രാം ഒരു ആത്മീയ ആസ്പെക്ട്, ഒരു ആത്മീയതയെ കുറിച്ചുള്ളതാണെന്ന് അറിഞ്ഞത്. However, it was reassuring to know that they did not meet in a church. എന്നിരുന്നാലും അവര് പള്ളിയിലല്ല, ചർച്ചിലല്ല അവര് മീറ്റ് ചെയ്തിരുന്നു എന്നറിയുമ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം തോന്നി. ബട്ട് അറ്റ് ദി മേഫ്ലവർ ഹോട്ടൽ ആൻഡ് ഇൻ പ്രൈവറ്റ് റൂംസ്, പള്ളിയിലല്ലാതെ മേഫ്ലവർ ഹോട്ടലിലും പ്രൈവറ്റ് വീടുകളിലും ആയിരുന്നു അവർ മീറ്റ് ചെയ്തത്. ഡോക്ടർ ബോബ് ആൻഡ് ആനി were regular attenders in the West Hill group. ഡോക്ടർ ബോബും ആനിയും അവര് റെഗുലറായിട്ട് ഈ മീറ്റിങ്ങുകളിൽ പോയിരുന്നു വെസ്റ്റ് ഹിൽ ഗ്രൂപ്പിൽ, വിച്ച് മെറ്റ് ഓൺ Thursday nights. ഇത് വ്യാഴാഴ്ചകളിൽ രാത്രികളിൽ കൂടിയിരുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. He and a few others might have been alcoholics. ഡോക്ടർ ബോബും വേറെ കുറച്ച് ആളുകളും മദ്യാസക്തരായിരുന്നു. ബട്ട് he would not admit this in the beginning. പക്ഷെ അവർ ഒരിക്കലും ആദ്യം അത് സമ്മതിച്ചിരുന്നില്ല തുടക്കത്തിൽ. When I at no time sensed that it might be an answer to my liquor problem. When at no time sensed that, എനിക്ക് കൂടുതൽ സമയം എടുക്കാതെ തന്നെ മനസ്സിലായി അത് ചെയ്യുന്നത് എൻ്റെ ഈ പ്രശ്നത്തിനൊരു ഉത്തരമായിരിക്കും എന്ന് മനസ്സിലായതോ. For the next 2.5 years, Bob attended Oxford group meetings regularly and gave much time and studied its philosophy. അടുത്ത 2 കൊല്ലങ്ങൾ ബോബ് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തു, റെഗുലറായിട്ട് സമയം ചെലവഴിച്ചിരുന്നു ഇതിന്റെ ഫിലോസഫി എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി. It might be said, in fact, that he then embarked on a spiritual search destined to last for the rest of his life. വേണമെങ്കിൽ പറയാം, അദ്ദേഹം അതിനുശേഷം ഒരു ആത്മീയ തിരച്ചിൽ, ആ തിരച്ചിൽ എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ ഇനിയുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു സമാധാനത്തിന് വേണ്ടി, ഇനിയുള്ള ജീവിതം ബാക്കിയുള്ള ജീവിതത്തിൽ ഒരു
ആത്മീയ തിരച്ചിൽ, ആ തിരച്ചിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള തിരച്ചിലായിരുന്നു. I read everything I could find and talked to everyone who I thought knew anything about it. എല്ലാം കാണുന്നതെല്ലാം വായിച്ചിരുന്നു, എല്ലാവരോടും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. He read the scriptures, studied the lives of the saints. അപ്പൊ ആ സ്ക്രിപ്റ്റേഴ്സ്, ആ ഗ്രന്ഥങ്ങളിലുള്ള സാഹിത്യങ്ങൾ വായിച്ചിരുന്നു. അന്നത്തെ ആ സെയിൻസ്, അന്നത്തെ സന്യാസിമാരുടെ ജീവിതത്തെ കുറിച്ച് വായിച്ചിരുന്നു. ആൻഡ് ഡിഡ് വാട്ട് ഹി കുഡ് ടു soak up the spiritual and religious philosophies of the ages. Still he got drunk. ഇതെല്ലാം അദ്ദേഹം ജീവിതത്തിൽ പ്രാബല്യമാക്കാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം വീണ്ടും മദ്യപിച്ചു എന്ന് പറയുന്നു. Another of the regular attenders of the West Hill meeting was Henrietta Seiberling. വേറൊരു മെമ്പർ ആയിരുന്നു ഹെൻറിറ്റ സൈബർലിംഗ്, ഡോട്ടർ ഇൻ ലോ ഓഫ് ഫ്രാങ്ക് എ സൈബർലിംഗ്. അവര് ഫ്രാങ്ക് എ സൈബർലിംഗിന്റെ മരുമകളായിരുന്നു. ഫൗണ്ടർ ആൻഡ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഗൂഡിയർ ടയർ ആൻഡ് റബ്ബർ കമ്പനി. ഗൂഡിയർ കമ്പനിയുടെ ഫൗണ്ടർ ആയിരുന്നു ഫ്രാങ്ക് എ. അവരുടെ മരുമകളായിരുന്നു ഹെൻറിറ്റ സൈബർലിംഗ്. A graduate of Vassar College, Henrietta was at the time a young housewife with 3 teenage children who were also members of the Oxford group. അന്ന് അവരുടെ കാര്യം പറയണം. ഹെൻറിറ്റ ഒരു ചെറുപ്പക്കാരിയായ വീട്ടമ്മയായിരുന്നു. 3 ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളായിരുന്നു. അവരും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു. As she recalled it in 1978, the year before her death, a friend named Delphine Weber asked her one night in March or April 1935, what are we going to do about Bob Smith? അവർക്ക് ഓർമ്മ വരികയാണ് 1978, ദ ഇയർ ബിഫോർ ഹെർ ഡെത്ത്, മരണപ്പെടുന്നതിന്റെ മുമ്പത്തെ കൊല്ലം, 1979 അവർ മരണപ്പെട്ടു. അതിന്റെ ഒരു കൊല്ലം മുമ്പ് അവരുടെ ഒരു ഫ്രണ്ട് ഡെൽഫൈൻ വെബർ ചോദിച്ച കാര്യം, മാർച്ചിലോ ഏപ്രിലോ 1935, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ബോബ് സ്മിത്തിനെ എന്താണ് ചെയ്യാൻ പോകുന്നത്? വാട്ട്സ് റോങ് വിത്ത് ഹിം? ഹെൻറിറ്റ ആസ്ക്ഡ്. എന്താണ് അദ്ദേഹത്തിന് എന്താ കുഴപ്പം എന്ന് ഹെൻറിറ്റ ചോദിച്ചു. ഹി ഈസ് എ ടെറിബിൾ ഡ്രിങ്കർ, Delphine replied, noting that he was having problems at the hospital and was practically bankrupt because of his drinking. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, ഈ ഡെൽഫിൻ വെബർ പറയുന്നത്, അദ്ദേഹം ഒരു വല്ലാത്തൊരു കുടിയനാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് ഈ ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രിയിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ബാങ്ക്രപ്റ്റ്, പൈസ ഇല്ലാത്തൊരവസ്ഥ, ഈ കുടി കാരണം കയ്യിൽ തീരെ പൈസ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. I immediately felt guided that we should have a meeting for Bob Smith before Bill Wilson ever came to Akron. I immediately felt guided that we should have a meeting for Bob Smith. അപ്പൊ തന്നെ എനിക്ക് തോന്നി നമുക്ക് ഒരു നിർദ്ദേശം കിട്ടാനായിട്ട് ഒരു മീറ്റിംഗ്, ബോബിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് നമുക്ക് വേണം എന്നുള്ളത്. ബില്ല് അക്രോണിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആയിരിക്കും അത് കാണുന്നത്, സെഡ് ഹെൻറിറ്റ എന്ന് ഹെൻറിറ്റ പറഞ്ഞു. ഷീ വെന്റ് ടു ഫെല്ലോ ഓക്സ്ഫോർഡ് ഗ്രൂപ്പേഴ്സ്
T. Henry and Clarence Williams and asked whether it would be possible to use their home as a meeting place. അപ്പൊ ഇവര് കാണാനായിട്ട് ഈ രണ്ടുപേരും കാണാനായിട്ടുള്ള ഒരു സ്ഥലം ഇവരുടെ ഈ ഹെൻറിയുടെയും ക്ലാരൻസ് വില്യംസിന്റെയും വീട്ടിൽ ആകാമോ എന്ന് ചോദിക്കാനായിട്ട് പോയപ്പോൾ അവര് സമ്മതിച്ചു. T. Henry was a quiet, well-to-do inventor responsible for a new process in tire making. T. Henry എന്ന് പറയുന്ന ആള് ടയർ മേക്കിംഗിൽ ഒരു പുതിയൊരു കണ്ടുപിടുത്തം അദ്ദേഹമായിരുന്നു. Was said to look more like a drunk than most alcoholics. അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു കുടിച്ച അവസ്ഥയിലുള്ള പോലെ, മറ്റുള്ള മദ്യാസക്തരെക്കാളും കുടിച്ച പോലെ കാണുന്ന ഒരാളാണ്. ബിക്കോസ് ഓഫ് ഹിസ് റെഡി കോംപ്ലക്ഷൻ. അദ്ദേഹത്തിന്റെ കളർ അത് അങ്ങനെയായിരുന്നു. ഹി വാസ് കിഡഡ് അബൌട്ട് ദിസ് എ ഗ്രേറ്റ് ഡീൽ ബട്ട് ടുക്ക് ഇറ്റ് ഗുഡ് നേച്ചേർഡ്ലി. അദ്ദേഹത്തെ ഇത് ആളുകൾ വളരെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞാലും അദ്ദേഹം അത് ഒരു നല്ലൊരു രീതിയിൽ അദ്ദേഹം അതിനെ സ്വീകരിച്ചു. Though T. Henry and Clarence undoubtedly had their own spiritual problems, they were regarded as a saintly couple who freely gave of themselves out of a kind of sustained natural goodness that surfaces for only brief moments in most of us. T. Henry അദ്ദേഹത്തിന്റെ ഭാര്യ ക്ലാരൻസ്, അവർക്ക് ആത്മീയമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരെ ഒരു സന്യാസികളെ പോലുള്ള രീതി പെട്ടിട്ടുണ്ടായിരുന്നു. അവര് വളരെ ഫ്രീ ആയിട്ട് തന്നെ അവരെ തന്നെ അർപ്പിച്ചിരുന്നു. ഔട്ട് ഓഫ് എ കൈൻഡ് ഓഫ് സസ്റ്റെയിൻഡ് നാച്ചുറൽ ഗുഡ്സ്, ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നന്മയുടെ വിഷം വെച്ചുകൊണ്ട് അവർ ഏത് സമയത്തും അവര് കൊടുത്തുകൊണ്ടിരുന്നു. അത് അറിയാവുന്നത് വളരെ ചുരുക്കം സമയത്ത് മാത്രമായിരുന്നു നമ്മളിൽ പലരിലും. Unlike others who shared their memories of the Smiths, Henrietta came close to criticizing Annie. മറ്റുള്ളവര് സ്മിത്തിനെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു ഓർമ്മകളെ വ്യത്യസ്തമായിട്ട് ഹെൻറിറ്റ ആനീനെ ഒരു കുറ്റം പറച്ചിലൂടെ ആയിരുന്നു വന്നിരുന്നത്. stating that she never shared deeply at meetings and was very sensitive. അതിന് കുറ്റം പറച്ചിലിന്റെ കാരണം ഇതായിരുന്നു. അവർക്ക് തോന്നിയത് ആനി ഒരിക്കലും ഒരു ആഴത്തിൽ ഷെയർ ചെയ്തില്ല, വളരെ സെൻസിറ്റീവ് ആയിരുന്നു. Henrietta told of an incident in which Annie was speaking about a situation and using third person. മൂന്നാമതൊരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആനി പറഞ്ഞ കാര്യം പറയുണ്ടായി. I said, Annie, would you put that in the first person singular? Would you put that in the first person singular? She burst into tears. First person sharing was costly to her pride. ആനിക്ക് ആദ്യത്തെ ആളെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു അവരുടെ ഗൗരവത്തെ ഇല്ലാതാക്കുന്നത് പോലെ തോന്നി. അതുകൊണ്ട് അവർ വല്ലാതെ വിഷമിച്ചു എന്നാണ്. But she knew me well enough to know my motive, and she trusted it. We must hold them the highest. എന്നിരുന്നാലും അവർക്ക് ഇവരിലുള്ള വിശ്വാസം അവരെ നല്ല രീതിയിൽ വെച്ചിരുന്നു എന്നാണ്. Bob was very restrained in his conversation. ബോബ് വളരെ റിസ്ട്രെയിൻഡ് ആയിരുന്നു, അതായത് തുറന്നു പറയാത്തൊരവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ. സെഡ് ഹെൻറിറ്ററാണ് പറഞ്ഞത്. He was absolutely honest and never gossiped. ബോബ് വളരെ ചുരുക്കമായിട്ട് സംസാരിച്ചിരുന്നു.
പക്ഷെ അദ്ദേഹം വളരെ സത്യസന്ധനും ഒരുതരം ഗോസിപ്പിംഗ് അല്ലായിരുന്നു. I hardly know what to say. His shortcomings might have been, except for drink. കുടിയല്ലാതെ വേറെ അദ്ദേഹത്തിന്റെ പ്രശ്നത്തെ കുറിച്ച് എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല. He had a strong character. അദ്ദേഹത്തിന് നല്ലൊരു വളരെ ശക്തമായ ഒരു സ്വഭാവമായിരുന്നു. Like the rock of Gibraltar. Rock of Gibraltar. നല്ല ശക്തനായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളായിരുന്നു. In his AA days, she said, he never spoke as a founder. He always said, I just work here. ഒരിക്കലും ഇതിന്റെ എയുടെ ഫൗണ്ടറാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചില്ല. ഞാനിവിടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിരുന്നു. സഹസ്ഥാപകനായാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരിക്കലും സംസാരിച്ചില്ല. Having found a place to meet, Henrietta then gathered some Oxford group members to attend. അങ്ങനെ ഈ ഒരു സ്ഥലം കിട്ടിയപ്പോൾ കുറച്ച് ആളുകളെ അവിടെ മീറ്റ് ചെയ്യാനായിട്ട് ഹെൻറിറ്റ സംഘടിപ്പിച്ചു. I decided that the people who shared in the Oxford group had never shared never shared very costly things to make Bob lose his pride. അവരൊരിക്കലും ബോബിന്റെ ആ ഒരു ഗൗരവത്തെ കളയുന്ന രീതിയിൽ ഒന്നും ഷെയർ ചെയ്തിരുന്നില്ല. ത്രൂ ദർ എക്സാമ്പിൾ, അവരവരുടെ എക്സാമ്പിളിലൂടെ. And share was, I thought, would cost him a great deal, she said. അപ്പൊ ഈ രീതിയിൽ ഷെയർ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ബാധിക്കും എന്നുള്ളത്. I warned Annie that I was going to have this meeting. I didn't tell her it was for Bob, but I said, come prepared to mean business. There is going to be no fussy footing around. അവര് ആനിയോട് പറഞ്ഞ കാര്യം ഈ മീറ്റിങ്ങിനെ കുറിച്ച് ഒരു ബോബിന് വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ള രീതിയിൽ പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം വന്നു, തയ്യാറെടുപ്പോടുകൂടി വരാൻ പറഞ്ഞു. അവിടെ വേറെ രീതിയിലുള്ള ഒരു പൂർണ്ണ മനസ്സോടുകൂടി വരാൻ പറഞ്ഞു. We all shared very deeply our shortcomings. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പോരായ്മകളെ വളരെ ആഴത്തോടുകൂടി ഷെയർ ചെയ്തു. And what we had victory over. അതായിരുന്നു ഞങ്ങൾക്ക് ഒരു വിക്ടറി അല്ലെങ്കിൽ ഒരു ജയം ഉണ്ടാക്കി തന്നത്. There was a silence and I waited and thought, will Bob say anything? ആ സമയത്തായിരുന്നു ഒരു നിശബ്ദമായിരുന്നു. നേരം വെയിറ്റ് ചെയ്തു, ബോബ് എന്തെങ്കിലും പറയുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. Sure enough, in that deep, serious tone of his, he said, well, you good people have all shared things that I am sure were very costly to you. And I am going to tell you something which may cost me my profession. I am a secret drinker and I can't stop. അപ്പോഴാണ് ബോബ് ഉള്ളത് സത്യസന്ധമായി തുറന്നു പറഞ്ഞു. നിങ്ങളെല്ലാവരും സീരിയസ് ടോണിൽ പറഞ്ഞു. എന്താണ്? വെൽ യു ഗുഡ് പീപ്പിൾ ഹാവ് ഓൾ ഷെയർഡ് തിങ്സ്. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തു. എന്തിനെ കുറിച്ച്? അത് നിങ്ങളെ അത് കോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാലും ഐ ആം ഗോയിങ് ടു ടെൽ യു സംതിങ്. ഞാൻ പറയാൻ പോവുകയാണ് എന്നെ ഏത് രീതിയിൽ കോസ്റ്റ് ചെയ്തു എന്നുള്ളത്, എൻ്റെ പ്രൊഫഷനെ ഏത് രീതിയിൽ ബാധിച്ചു എന്നുള്ളത്. ഞാനൊരു രഹസ്യമായ കുടിയനാണ്. ആ കുടി എനിക്ക് നിർത്താൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഷെയർ ചെയ്തു. He said, do you want us to pray for you? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? Then someone said, should we get on our knees?
വേറൊരാൾ പറഞ്ഞു ഞങ്ങളുടെ മുട്ട് കുത്തി നിൽക്കണോ എന്ന് ചോദിച്ചു. ആൻഡ് ഹി സെഡ് യെസ്, സോ വി ഡിഡ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെയ്തു. This was the beginning of the Wednesday night meeting at the home of Williams, who, according to Dr. Bob, allowed us to bang up the plaster and the door jams, carting chairs up and downstairs. Meetings continued at T. Henry until 1954, long after the alcoholics had spun off. ഈ മീറ്റിംഗ് ഉണ്ടായ കാര്യത്തെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ ബുധനാഴ്ചകളിൽ മീറ്റിംഗ് ഉണ്ടായി. ഈ ഈ മീറ്റിങ്ങുകൾ അങ്ങനെ തുടർന്നു ടി ഹെൻറിയുടെ വീട്ടിലും 1954 വരെ. ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടായതിനു ശേഷം the next morning, Henrietta continued. I, who knew nothing about alcoholism, I thought a person should drink like a gentleman, and that's all. അടുത്ത ദിവസം ഹെൻറിറ്റ പറഞ്ഞു, എനിക്ക് മദ്യാസക്തിയെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും അവർക്ക് തോന്നിയത് ഒരു ജെന്റിൽമാനെ പോലെ കുടിക്കണം എന്നുള്ളതാണ്. Was saying a prayer for Bob. അത് കഴിഞ്ഞ് ബോബിന് വേണ്ടി ഒരു പ്രാർത്ഥന ചെയ്യുന്നുണ്ടായിരുന്നു. I said, God, I don't know anything about drinking. ദൈവത്തോട് അവർ സംസാരിക്കണം. ദൈവമേ എനിക്ക് കുടിയെ കുറിച്ച് ഒന്നും അറിയില്ല. But I told Bob that I was sure that if he lived this way of life, he could quit drinking. ബോബിനോട് ഒരു കാര്യം പറയാൻ എനിക്ക് സാധിച്ചു. എനിക്ക് ഉറപ്പുണ്ട് ഈ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അദ്ദേഹം കുടി നിർത്തേണ്ടി വരും എന്നുള്ളത്. നൗ ഐ നീഡ് യുവർ ഹെൽപ്പ്. അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളുടെ സഹായം വേണം. ദൈവമേ, ഗോഡ്, സംതിങ് സെഡ് ടു മീ. ഐ കോൾ ഇറ്റ് ഗൈഡൻസ്. ഇതിനെയാണ് ഗൈഡൻസ് എന്ന് ഞാൻ വിളിക്കുന്നത്. ഇറ്റ് വാസ് like a voice in my head. അത് എൻ്റെ തലയിലുള്ളൊരു ശബ്ദം പോലെ എനിക്ക് തോന്നി. Bob must not touch one drop of alcohol. ബോബ് ഇനി ഒരു തുള്ളി മദ്യം പോലും കുടിക്കാതിരിക്കും. ഇതൊരു ദൈവത്തോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. I knew that was in my thought. അത് എൻ്റെ ഒരു ചിന്തയായിരുന്നില്ല എന്ന് മനസ്സിലായി. സോ ഐ കോൾ ബോബ് ആൻഡ് ടോൾഡ് ഹിം ഐ ഹാഡ് ഗൈഡൻസ് ഫോർ ഹിം. അപ്പോൾ ബോബിനെ വിളിച്ച് പറയണ്ടായി, എനിക്കൊരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഹി കെയിം ഓവർ അറ്റ് 10 in the morning. 10 മണിക്ക് വന്നു, ബോബ് വന്നു. ആൻഡ് ഐ ടോൾഡ് ഹിം ദാറ്റ് മൈ ഗൈഡൻസ് വാസ് ദാറ്റ് ഹി മസ്റ്റ് നോട്ട് ടച്ച് വൺ ഡ്രോപ്പ് ഓഫ് വാട്ടർ. അതായിരുന്നു ഗൈഡൻസ്, അതായിരുന്നു നിർദ്ദേശം. ഒരു തുള്ളി മദ്യം പോലും കഴിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. He was very disappointed because he thought guidance would mean seeing somebody or going somewhere. എവിടെയെങ്കിലും പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുകയോ എന്നുള്ളതായിരിക്കും നിർദ്ദേശം എന്നായിരുന്നു ഡോക്ടർ ബോബ് വിചാരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ നിരാശനാവേണ്ടി വന്നു. Then he said, Henrietta, I don't understand it. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കിത് എന്താണ് മനസ്സിലാവുന്നില്ല. Henrietta, nobody understands it, he said. ആർക്കും മനസ്സിലാവില്ല. Some doctor has written a book about it, but he doesn't understand it. ഏതൊരു ഡോക്ടർ ഇതിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. I don't like the stuff. എനിക്ക് ഇത് ഇഷ്ടമല്ല ഈ ഒരു കാര്യത്തിൽ. I don't want to drink. എനിക്ക് കുടിക്കണമെന്നുമില്ല എന്നുള്ളത്. I said, well, Bob, that is what I have been guided about. അത് തന്നെയാണ് എനിക്ക് കിട്ടിയ ഒരു നിർദ്ദേശവും എന്ന് പറഞ്ഞു. And that was the beginning of our meetings. അതായിരുന്നു ഞങ്ങളുടെ മീറ്റിംഗിന്റെ തുടക്കം.
long before bill ever came. ബില്ല് വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഇത് സംഭവിച്ച കാര്യമാണ്. Later, in 1948, Dr. Bob described what might have been the same conversation with Mrs. Seiberling. 1948 ഡോക്ടർ ബോബ് ഈ മിസ്സിസ് സൈബർലിംഗുമായിട്ടുള്ള സംഭാഷണം ഓർത്തെടുക്കുക. I would go to my good friend Henry and say, Henry, do you think I want to stop drinking liquor? She, being a very charitable soul, would say, yes, Bob, I'm sure you want to stop. അപ്പോ ഈ ഹെൻറിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ബോബ്, നിനക്ക് ഞാൻ കുടി നിർത്തണം അല്ലേ? അപ്പൊ ആ സമയത്ത് അവര് പറയും അതെ എന്ന് പറയും. അവര് വളരെ നല്ലൊരു ആത്മാവായിരുന്നു, അതുകൊണ്ട് അവരത് പറയും. ഐ എം ഷുവർ യു വാണ്ട് ടു സ്റ്റോപ്പ്, ഐ വുഡ് സേ. ഉറപ്പായിട്ടും നിങ്ങൾ നിർത്തണം എന്നുകൊണ്ട് പറയും. വെൽ, ഐ കാൺ കൺവിൻസ് യു ഓഫ് എനി ലിവിങ് human who really wanted to do something as badly as I think I do. എത്ര മോശമായൊരു കാര്യത്തെ കുറിച്ച് പറയണം, ഒരു മനുഷ്യ ജീവിക്കാൻ സാധിക്കുന്ന കാര്യം. Who could be such a total failure? എന്തുകൊണ്ട് വെച്ചാൽ അത് പറ്റാത്തൊരു കാര്യം, അവിടെ പൂർണ്ണ പരാജയത്തെ കുറിച്ച് പറയണം. Henry, I think I am just one of those who want to guys. And she'd say, no, Bob, I think you want to. എന്നിരുന്നാലും അവർ പറയും, ഡോക്ടർ ബോബ്, ഇത് നിങ്ങൾക്ക് ആവശ്യമാണ്. You just haven't found a way to work it yet. അതിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ ഇപ്പോഴും ഒരു മാർഗം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. Henry Williams thought that Bob's drinking slowed down a good bit. അപ്പോ ഈ ഹെൻറി വില്യംസിന് തോന്നി ബോബിന്റെ കുടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. ബിറ്റ് ആഫ്റ്റർ ഹി കെം ടു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ വന്നതോട് കൂടിയിട്ട് ബോബിന്റെ കുടി കുറഞ്ഞിട്ടുണ്ടെന്ന് വില്യംസിന് തോന്നി. ഫ്രം എവറി നൈറ്റ് ടു വൺസ് എവറി 2 or 3 weeks. ആ കുറഞ്ഞതിന്റെ കാര്യം പറയണം. എല്ലാ ദിവസവും കുടിക്കാതെ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ ആയി കുറഞ്ഞു എന്നത്. ബട്ട് ദാറ്റ് ഹി ഡിഡ്ന്റ് ക്വൈറ്റ് ഫൈൻഡ് ആൻ ആൻസർ until he met Bill. എന്നിരുന്നാലും അതിനുള്ളൊരു ഉത്തരം കിട്ടിയില്ല ബില്ലിനെ കാണുന്നത് വരെ. This impression of an improved pattern was probably created by Bob's desire and ability to hide his drink. മദ്യപാനം കഴിച്ചിരുന്നത് പുറത്തറിയാത്ത രീതിയിൽ ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു ഈ ഒരു മെച്ചപ്പെട്ട ഒരു പാറ്റേൺ. അതായത് തെറ്റിദ്ധാരണയായിരുന്നു എന്ന് പറയണം. അദ്ദേഹം കുടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ മറ്റുള്ളവർ അറിഞ്ഞിരുന്നില്ല. ഈവൻ ആഫ്റ്റർ ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി ഹാഡ് എ പ്രോബ്ലം. അദ്ദേഹം പറഞ്ഞിട്ടും, അദ്ദേഹത്തിന് ഇതൊരു പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ടും അവർക്ക് ഇത് മറച്ചു വെക്കുന്നത് കൊണ്ട് അവർക്ക് ശരിയായ ഒരു കണ്ടെത്തൽ നടന്നിരുന്നില്ല. For as he said later, they told me I should go to their meetings regularly, and I did every week. എന്നോട് മീറ്റിങ്ങിന് പോകാൻ പറഞ്ഞു, ഞാനത് ചെയ്തു. They said that I should affiliate myself with some church. ഞാനൊരു ചർച്ചുമായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. And we did that. അതെല്ലാം ഞാൻ ചെയ്തു. They also said I should cultivate the habit of prayer. പിന്നീട് അവർ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞു. അതും ഞാൻ ചെയ്തു. അറ്റ്ലീസ്റ്റ് ടു എ കൺസിഡറബിൾ എക്സ്റ്റെന്റ് ഫോർ മീ. ഒരു പരിധി വരെ ഞാൻ അതെല്ലാം ചെയ്തു. ബട്ട് ഐ ഗോട്ട് ടൈറ്റ് എവറി നൈറ്റ്. എന്നിരുന്നാലും രാത്രി ഞാൻ ടൈറ്റായി, മദ്യപിച്ച് ടൈറ്റായി. ഐ കുഡന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് റോങ്. എന്താണ് പ്രശ്നം എന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. She remembered sitting on the steps of a at a few Oxford group
meetings and recalled that her mother seemed to talk more freely about her father's problem at this time, although no answer had yet been provided. ഡോക്ടർ ബോബിന്റെ മകള് ഓർക്കുകയാണ് ഈ സമയത്ത് ആനി, അതായത് ശിയുടെ അമ്മ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഈ ബോബിന്റെ ഈ പ്രോബ്ലത്തെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ സംസാരിക്കുകയായിരുന്നു. She also recalled that there had not been much in the way of religious observance in their own home up to that time. ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇതല്ലായിരുന്നു. I know we went to Sunday school every Sunday, but they didn't. Dad made a pledge that he wouldn't go to church and almost kept it until they started to go to J.C. Wright's church once in a while through Oxford group connections. അപ്പോൾ ഡോക്ടർ ബോബ് ചർച്ചിൽ പോവില്ല എന്ന് പറഞ്ഞിരുന്നാലും പിന്നീട് JC റൈറ്റ് ചർച്ചിലേക്ക് പോകാൻ തുടങ്ങി വല്ലപ്പോഴൊക്കെ. ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നു. ദിസ് was a situation on May 11, 1935, the Saturday when Henrietta Seiberling received a telephone call from an absolute stranger. ആ സമയത്തായിരുന്നു മെയ് 11 1935 ഒരു ശനിയാഴ്ച ഹെൻറിറ്റയ്ക്ക് ഒരു അപരിചിതനിൽ നിന്ന് ഒരു ഫോൺ വരുന്നത്. ഇറ്റ് വാസ് ബിൽ വിൽസൺ. അത് ബില്ലായിരുന്നു. ആൻഡ് ഐ വിൽ നെവർ ഫോർഗെറ്റ് വാട്ട് ഹി സെഡ്. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ ഒരിക്കലും മറക്കില്ല. അവർ ഓർക്കാണ്, ഹെൻറിയുടെ ഓർക്കാണ്. I am from the Oxford group and I am a rum hound from New York. ഞാൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നാണ്, ഞാനൊരു കുടിയനാണ് എന്ന് ന്യൂയോർക്കിൽ നിന്നും ഒരു കുടിയനാണെന്ന് പറയുന്നത് കേട്ടു. These were his words. I thought, this is really like manna from heaven. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക്. അത് ഒരു സ്വർഗത്തിൽ നിന്ന് ഒരു ദൈവദൂതനെ പോലെ ഉണ്ടായിരുന്നു. I was desperate to help Bob in something I didn't know much about. ഞാൻ ഡോക്ടർ ബോബിനെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതിരിക്കുന്ന സമയത്ത് വാസ് റെഡി. ഞാൻ റെഡിയായി. യു കം റൈറ്റ് ഔട്ട് ഹിയർ ഐ സെഡ്. അപ്പോ ഇവര് പറഞ്ഞു ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആൻഡ് മൈ തോട്ട് വാസ് ടു പുട്ട് ദീസ് ടു മെൻ ടുഗദർ. ഇവര് രണ്ടുപേരെയും മുട്ടിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത. സോ ഹി കെയിം ഔട്ട് ടു മൈ ഹൗസ് ആൻഡ് സ്റ്റേഡ് ഫോർ ഡിന്നർ. സോ അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നു. രാത്രി ഭക്ഷണത്തിന് അവിടെ നിന്നു. ഐ ടോൾഡ് ഹിം ടു കം ടു ചർച്ച് വിത്ത് മീ ദ നെക്സ്റ്റ് മോർണിംഗ്. അടുത്ത ദിവസം രാവിലെ ചർച്ചിലേക്ക് എൻ്റെ കൂടെ പോരാനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. ആൻഡ് ഐ വുഡ് ഗെറ്റ് ബോബ്, വിച്ച് ഐ ഡിഡ്. അവിടേക്ക് ബോബിനെയും കൊണ്ടുവരാം എന്ന് ഞാൻ പറഞ്ഞു. അത് ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു. 5ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Thank you, Lakshman sir. Thank you so much.